ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറേ പഴയ പണ്ടത്തെ കാലത്തേക്ക് എല്ലാവർക്കും ഓർമ്മ ആവുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മളെ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കേ ഇതറിയാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. കോഴിക്കോട് മലപ്പുറം ഈ രണ്ട് ഭാഗത്തേക്കുള്ള പഴം വാട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളുടെ ഭാഗത്തേക്കുള്ള പഴം വാട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ വടകര തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് പഴം വാട്ടി എന്ന് പറഞ്ഞാൽ പഴം മുറിച്ചിട്ടിട്ട് എണ്ണയിലോ നെയ്യിലോ വാട്ടിയെടുക്കുന്നതിനാണ് അവിടെ പഴം വാട്ടി എന്ന് പറയാം. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അവിടുത്തെ പഴം വാട്ടിയല്ല ഇവിടുത്തത്. ഇവിടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കുള്ള പഴം വാട്ടിയതാണ് ഞാനിന്ന് കാണിക്കുന്നത്. നല്ല അടിപൊളി ഐറ്റമാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചായക്കടിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക, നമുക്ക് നല്ല തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ്, നെയ്യാണ്, അതേപോലെ തന്നെ പഴം എല്ലാം നോക്കുന്നേരം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ്. അതുപോലെ പണ്ട് പ്രസവിച്ച ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല നെയ്യ്, പശു നെയ്യ് എന്ന് പറയുന്ന നെയ്യില്ല, അതാണ് എടുക്കേണ്ടത്. അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം. നെയ്യ് തന്നെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം നെയ്യ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു 3 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സൈസിലാണ് ഞാൻ മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് മുറിച്ചെടുത്തത്. എന്നിട്ട് അത് ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വാട്ടിയെടുക്കുന്നത്. ആദ്യത്തെ ട്രിപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അതൊന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിറ്റത്തെ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. വല്ലാണ്ട് തീ കുറച്ച് വെക്കരുത്. അപ്പം നെയ്യ് അങ്ങ് കുടിച്ച് പോവുക ചെയ്യുക. ഈ നെയ്യ് തന്നെയാണ് നമുക്ക് ബാക്കി പഴം വാട്ടാനും വേണ്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ ആയിട്ടുണ്ട്. അത് ഞാനിവിടെ തിരിച്ച് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയിടുകയാണ്. അപ്പോൾ അത് മുഴുവൻ കോരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ടേസ്റ്റുള്ളൊരു സാധനമാണിത്. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എന്നാലും അതിൽ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് എൻ്റെ കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണിത്. പണ്ട് ചെറുതിൽ ഉമ്മ ഉണ്ടാക്കി തരലുണ്ടായിരുന്നു ഇത്. പിന്നെ പിന്നെ ഉണ്ടാക്കാണ്ടായിപ്പോയി. ആദ്യമൊക്കെ ചെറുതിലൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അത് 2 ട്രിപ്പ് ഞാനിപ്പോൾ ഇങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം നെയ്യ് തന്നെ, ഇതിപ്പോൾ കാണുന്നില്ല നിങ്ങൾ, അതന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. കിസ്മിസ് അത് മഞ്ഞ കറുപ്പോ ഏത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ മഞ്ഞാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് ആവും കേട്ടോ. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനവുമാണ്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. പിന്നെ ഞാനിപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ. ഇത് രണ്ടാം പാലാണ് തേങ്ങൻ്റെ. രണ്ടാം പാൽ ഒരു കപ്പാണ് ഞാൻ എടുത്തത്. ആ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. രണ്ടാം പാലിൽ നന്നായിട്ടൊന്ന് തിള വരണം. ആ നെയ്യും അണ്ടിയും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ തിള വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാരയാണ് ചേർക്കുക കേട്ടോ. അപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ മധുരം ഇട്ട് കൊടുക്കണം. മധുരത്തിൻ്റെ അളവ് ഇപ്പോൾ ഞാൻ പറയണില്ല, കാരണം ഓരോരുത്തർക്കും പല പല ഇതായിരിക്കും. അപ്പോൾ 1/4 കപ്പ് മുതൽ അര കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ഇവിടെ നല്ല മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് മതിയെങ്കിൽ അങ്ങനെ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിള വരണം. ആ പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വരും ഇത്. അപ്പോൾ കണ്ടോ, പെട്ടെന്നാവും കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ കുറുക്കിയെടുക്കൊന്നും വേണ്ട. പെട്ടെന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അങ്ങനെ ആവും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണേ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവുക. കാരണം തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടിയാണല്ലോ. ഇനിയിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ഒരു ഒത്തിരിയും കൂടി ഒരു കട്ടിയും വന്ന് ഈ സമയത്താണ് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴമില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഴം ആദ്യം തന്നെ നെയ്യിൽ വാട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടുന്ന സമയത്ത് പഴം അങ്ങ് അലിഞ്ഞു പോവില്ല. അപ്പോൾ അലിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ള കളർ കിട്ടുകയില്ല, ഒരു മഞ്ഞ കളറിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഈ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റുമാണ്, കാണാനും ഭംഗിയാണ് കേട്ടോ. ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്താൽ അതാണ് കുറച്ചും കൂടെ ഭംഗി. പണ്ട് ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വാട്ടലില്ല, ഉമ്മ ഡയറക്റ്റ് മുറിച്ചിട്ട് കൊടുക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ വാട്ടിയിട്ട് നോക്കിയപ്പോൾ അതാണ് നല്ലത്. നമ്മളെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ, വാട്ടിയിട്ടാണ് ഇടുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാം പാല് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരു കപ്പ് മതിയെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് മുഴുവൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ഇത്ര ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ്. ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1½ കപ്പാണ് ഞാനിപ്പം ഒന്നാം പാല് ചേർത്തത്. അപ്പോൾ ഒന്നാം പാല് ചേർത്തതിൻ്റെ ശേഷം തിളയ്ക്കരുത് എന്നൊന്നും പറയണ്ട. നല്ലോണം തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടാണ് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പാല് പിരിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട, ഒന്നും ആവില്ല, ഒന്നും പിരിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അതാ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ വിളമ്പുക കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ കട്ടി കാണിച്ചു തരാം. ഒന്ന് കുറുകി വരും. ഒന്ന് അടുപ്പത്ത് നിറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ കട്ടിയാവും. ഈ ഒരു കട്ടിയിൽ കിട്ടണം കേട്ടോ. വല്ലാണ്ട് കട്ടിയാക്കി എടുക്കരുത്, അതേപോലെ തന്നെ വല്ലാണ്ട് ലൂസും ആയി പോകരുത്. ഈ ഒരു രീതിയിൽ കിട്ടണം. എന്നാലും നമ്മളെ പീസൊക്കെ കണ്ട നമ്മൾ ഈ പഴത്തിൻ്റെ പീസൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇത് വാട്ടിയതിനെ കൊണ്ട് അലിഞ്ഞു പോകുമൊന്നുമില്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തല്ലോ, ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. പണ്ടത്തെ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോണ ഒരു റെസിപ്പിയാണിത്. അപ്പം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അറിയുന്നവരാണെങ്കിൽ കൂടി ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇവിടെ അസ്ലങ്കാക്കും ബാസിക്കും എല്ലാം ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അച്ചിക്ക് ലിയാനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. സൂപ്പറാണ് കേട്ടോ. പണ്ട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കും. കാരണം ഈ മുലപ്പാൽ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലുള്ള സാധനങ്ങളാണല്ലോ കൂടുതൽ കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലും പഴവും കൂടി ആയതുകൊണ്ട് തന്നെ അന്ന് കൊടുത്തീന ഒരു ഐറ്റം കൂടിയാണിത്. വൈകുന്നേരത്തെ ചായക്ക്, അതുപോലെ തന്നെ രാവിലത്തെ ചായ കഴിഞ്ഞിട്ട്, കഞ്ഞി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ള സമയത്തൊക്കെ സ്ത്രീകൾക്ക് കൊടുത്ത ഒരു ഭക്ഷണം കൂടിയായിരുന്നല്ലോ ഇത്. കോഴിക്കോട് ഭാഗത്തേക്ക് കേട്ടോ. കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കുള്ളതാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു പഴംവാട്ടി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. കോഴിക്കോടൻ പഴംവാട്ടിയതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.